ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ലഞ്ച് പ്രിപ്പറേഷനാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നല്ല കൊഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉമ്മ അതങ്ങനെ ക്ലീനൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ മസാലയൊക്കെ പുരട്ടി അങ്ങ് മാറ്റി വെക്കാമെന്ന്. കാര്യം വേറൊന്നിനുമല്ല, എനിക്ക് കൊഞ്ച് കണ്ടു കഴിഞ്ഞാൽ ബിരിയാണിയോടാണ് കേട്ടോ കൂടുതൽ താല്പര്യം. അപ്പോൾ അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം തണ്ടേ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇടികല്ലിലാണ് കേട്ടോ ഇടിച്ചെടുക്കുന്നത്, ചതച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ചതച്ചെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നല്ലൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഫീൽ ചെയ്യാറില്ല, അരഞ്ഞു പോകാറാണ് പതിവ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതിനിടയിൽ ഞാൻ സവാളയൊക്കെ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അടുപ്പിലായിട്ട് നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളവും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് അരിയും കൂടി കഴുകി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മസാല ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ചോറും ആയി കിട്ടും. അങ്ങനെ ദാണ്ട് അരിയൊക്കെ കഴുകി അടുപ്പിലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മസാല റെഡിയാക്കുമ്പോഴേക്കും അവിടെ നമ്മുടെ അരിയും കറക്റ്റായിട്ട് വെന്ത് കിട്ടിക്കൊള്ളൂ. അപ്പോൾ ഞാൻ തന്നെ മസാലയുടെ പരിപാടികൾ നോക്കുന്നതിനിടയ്ക്കായിട്ട് കുറച്ച് തക്കാളിയും കൂടി അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. കാര്യം മസാലപ്പൊടികളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഈ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ മസാല കരിഞ്ഞും പോവില്ല, നമുക്ക് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോഴത്തേനും തന്നെ നമ്മൾ രാവിലെ മസാല പുരട്ടി വെച്ച കൊഞ്ചൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനൊരു നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞ് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് താണ്ടെ നമ്മൾ മസാലയിലേക്ക് ചോറ് ആഡ് ചെയ്തിട്ട് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ചോറൊക്കെ നേരത്തെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് താണ്ടെ ഫ്രൈഡ് ഓണിയനും അതേപോലെ കാഷ്യൂസും റൈസിൻസും എല്ലാം നീര് വറുത്തിട്ട് അതൊക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടി നെയ്യൊക്കെ ഒഴിച്ചിട്ട് ദം ചെയ്യാനായിട്ട് അടച്ചു വെച്ചു. അപ്പോൾ താണ്ടെ ആ ഒരു ടൈം ഗ്യാപ്പിൽ ഞാൻ കുറച്ച് സാലഡ് കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സവോളയും തക്കാളിയും പച്ചമുളകും അതേപോലെ അതിനകത്ത് കുറച്ച് വിനീഗറും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ദമ്മ് പൊട്ടിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ താണ്ടെ ദമ്മൊക്കെ പൊട്ടിച്ചപ്പോൾ നല്ലൊരു മണമായിരുന്നു കേട്ടോ. കാര്യം എല്ലാം നന്നായിട്ട് സെറ്റ് ആയിട്ടും ഉണ്ടായിരുന്നു, വേവൊക്കെ കറക്റ്റായിരുന്നു. അങ്ങനെ ഞാൻ താണ്ടെ അത് സർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താണ്ടെ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.